ഈ വലിയ ഐക്യം, വലിയ ആത്മവിശ്വാസം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ലാത്തൊരു കോൺഗ്രസ് നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു എന്ന കാഴ്ചയാണ് വയനാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നത്. വയനാട്ടിൽ നോക്കുമ്പോൾ ഞാൻ ഈ CPM വർഷാവർഷം അല്ലെങ്കിൽ നിശ്ചിത കാലയളവിൽ അവരുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ക്യാമറ അങ്ങോട്ട് വെച്ചാൽ നേതാക്കളെല്ലാം ചേർന്ന് നിന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ധാരാളമായിട്ട് കിട്ടും. അവിടെ നിന്ന് പക്ഷേ മുഴുവൻ ആളുകളും KC വേണുപോലും രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള ആളുകൾ, സണ്ണി വക്കീലും അടക്കമുള്ള ആളുകൾ, വനിതാ നേതാക്കൾ, എല്ലാവരും ചെറുപ്പക്കാരായുള്ള നേതാക്കളെല്ലാം വളരെ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പോസിറ്റിവിറ്റി എന്തായാലും ഉണ്ട്. കാരണം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു തിരിച്ചടിയോ ചെറിയൊരു പിന്നോട്ട് പോക്കോ ഇങ്ങനെ പറയാൻ കണക്കുകളില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതേ പരിപാടി അവിടെ നടക്കുമ്പോൾ ഈ തരത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ നല്ല ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും അവിടെയുണ്ട്. ഹർഷൻ ഓർമ്മയുണ്ടോ, പണ്ട് വളരെ ഹിറ്റായിട്ടുള്ളൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു സുജിത്താണോ അല്ലെങ്കിൽ ഗോപീകൃഷ്ണനാണോ വരച്ചെന്ന കാര്യത്തിൽ പെട്ടെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് സംശയം. ഒന്നുകിൽ മാതൃഭൂമിയിൽ ഗോപീകൃഷ്ണൻ അല്ലെങ്കിൽ കൗമുദിയിൽ സുജിത്ത്. അതായത് കരുണാകരനും ആൻ്റണിയും ഭയങ്കര തമ്മിലടിയാണ്, കുട്ടികളാണ്, ഭയങ്കര തമ്മിലടിയാണ്. വെളിയം ഭാർഗവനും VS അച്യുതാനന്ദനാണെന്ന് തോന്നുന്നു ഇരുന്ന് പഠിക്കുകയാണ്, കുത്തിയിരുന്ന് തലപോകഞ്ഞ് പഠിക്കുകയാണ്, രാത്രിയും പകലും ഇല്ലാതെ വെള്ളത്തിൽ കാലൊക്കെ വെച്ചിട്ട് രണ്ടുപേരും ചേർന്ന് പഠിക്കുകയാണ്. ഇവർ തമ്മിലടിയാണ്, ആൻ്റണിയും കരുണാകരനും. എന്നിട്ട് അവസാനം പരീക്ഷ നടന്നപ്പോൾ 100ൽ 47 അങ്ങനെ എന്തോ ഒരു നമ്പർ പിന്നെ ഇവർക്കും കിട്ടും, ഇടതുപക്ഷത്തിനും കിട്ടും. 100ൽ 100 നമ്മുടെ ആൻ്റണിയും കരുണാകരനും വരും. അപ്പോൾ ഇതായിരുന്നു നമ്മൾ കണ്ട കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ സവിശേഷത. അതായത് ഇവർ ഭയങ്കരമായിട്ട് തമ്മിലടിക്കും, പക്ഷേ വിജയിക്കേണ്ടുന്ന സമയത്ത് എന്ന് വെച്ചാൽ 5 വർഷം കൂടുമ്പോൾ ഭരണം കൂടുമ്പോൾ മാറുമ്പോൾ വിജയിക്കേണ്ടുന്ന സമയത്ത് ഇവർ തന്നെ UDF വിജയിക്കുകയും ചെയ്യും. പക്ഷേ വിജയിക്കേണ്ട സമയത്ത് സ്വാഭാവികമായിട്ട് വിജയിക്കുക എന്നതിനെ കേരളം രാഷ്ട്രീയം അങ്ങോട്ട് കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ പഴയതുപോലെ തമ്മിലടിച്ചാൽ പറ്റില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയമോ ആശങ്കയോ തങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്ന് ഒരു വരിയിൽ പോലും ഈ നേതാക്കളുടെ മുഖത്തില്ല. പുനർജനിയെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു തരത്തിലും വ്യാഖ്യാനിച്ച് VD സതീശനെതിരായിട്ട് കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു പ്രസ്താവനയുമല്ല രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എനിക്കെതിരെ കേസെടുത്തിട്ടില്ല ഇവർ, കള്ളക്കേസ്, എന്നിട്ട് എന്തായി എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ചോദിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് നമ്മൾ കാണുന്നത്. പരസ്പരം ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാത്ത വിധം മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസ് ലീഡർഷിപ്പിനാണ് കാണുന്നത്. അത് നിശ്ചയമായിട്ടും ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ നന്നായിട്ട് പോരാടണം. ഹർഷൻ നേരത്തെ അത് പറഞ്ഞു. അതായത് ഇവർ ഈ കണക്ക് 185 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ വിജയമുണ്ടാക്കാൻ പറ്റൂ എന്ന് അവർക്കറിയാത്തതല്ല. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് ലീഡർഷിപ്പ് ഭയങ്കരമായിട്ട് ഒന്നിച്ചു നിൽക്കുകയാണ്, വലിയ ഐക്യമാണ് എന്ന തോന്നൽ അവരുണ്ടാക്കുന്നു. 100ഓളം സീറ്റുകളിൽ വിജയിക്കാം എന്ന വലിയ ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസ പ്രകടനവും അവർ നടത്തുന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ ലാപ്പിൽ അവർ വിജയിച്ച് നിൽക്കുകയാണ്. ആദ്യത്തെ ലാപ്പിൽ അവരുടെ തന്ത്രങ്ങൾ ഈ നിലക്ക് സുഘടിതമാണ്.